ഹായ് ഗൈസ്, നമ്മളൊന്ന് ഈസി ആയിട്ടൊരു ബാച്ചിലേഴ്സ് പൊട്ടറ്റോ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ. വെറും 5 to 10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റോ അതിൻ്റെ മേലെ പോകാറ്. സോ നമുക്ക് വീട്ടിലോട്ട് കടന്നാലോ. അതിനായിട്ട് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു സവാള മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2-3 ഉണക്കമുളക്, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതുപോലെ കുറച്ച് ജീരകം, കുറച്ച് കടുക്, അത് മാത്രം നമുക്ക് മതി. ഇതും പിന്നെ ഒരു 3-4 മീഡിയം സൈസ്ഡ് പൊട്ടറ്റോ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് മതിയാവും. സോ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. ഇതിലോട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇടാം. ഇതിൽ പച്ച മണം പോകുന്നത് 1 മിനിറ്റ്, ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നീട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുറിച്ച ഓണിയൻസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്കിത് ഏകദേശം ആയിട്ടുണ്ട്. ആ ഉള്ളിലെല്ലാം ഒന്ന് കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മുറിച്ച് കഴുകി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 2-3 മിനിറ്റ് നമുക്ക് മസാല ഇടണം, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം. ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 to 3, അത് ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇതിലിപ്പം മസാല തോരലാണ് വരെ. നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരു അടച്ച് വെച്ചിട്ട് നമുക്കൊരു 7 to 10 മിനിറ്റ് കുക്ക് ചെയ്യാം. നമുക്കൊരു 2 മിനിറ്റിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇളക്കി കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം കുക്കായി വരുന്നുണ്ട്. നമുക്ക് പാനിലൊന്നും പിടിക്കാതെ ജസ്റ്റ് ഒരു ഫ്രൈ ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ഓയിൽ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ചോറോട് ഡയറക്റ്റായിട്ട് കറിയൊന്നും വേണ്ട, ഇതിന് ജസ്റ്റ് കൂട്ടി കഴിച്ചാൽ മതി. ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലി ഇട്ടെടുക്കാം, അത് ഓപ്ഷനിലാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്കിത് റിമൂവ് ആക്കാം, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഒരു 10 മിനിറ്റ് നമുക്കിത് ഉണ്ടാക്കാം. ബാച്ചിലേഴ്സ് വർക്കിംഗ് ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മല്ലിയിലായിട്ട് ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കാം.
സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. സോ അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.